ഹായ്, നമസ്കാരം. ഞാൻ നന്ദകുമാർ. ഹായ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ നന്ദകുമാർ. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവ ശിവക്ഷേത്രത്തിലേക്ക് പോകുന്ന നടപ്പാലത്തിലാണ്. ആലുവ ശിവക്ഷേത്രം എന്നത് എറണാകുളം ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ ശിവക്ഷേത്രം, പരബ്രഹ്മം കുടികൊള്ളുന്ന പരബ്രഹ്മ പ്രതിഷ്ഠ ഉള്ള ക്ഷേത്രമാണ്. ഇത് ആലുവ പുഴയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കുംഭമാസത്തിൽ നടക്കുന്ന ശിവരാത്രി മഹോത്സവമാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. ആ ശിവരാത്രി മഹോത്സവത്തിന് 10,000-കണക്കിന് ഭക്തരാണ് ഇവിടെ ബലിയർപ്പിക്കാൻ വരുന്നത് ശിവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച്. അങ്ങനെ ബലിയർപ്പിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പുണ്യം ലഭിക്കും. അത് പരേതാത്മാക്കൾക്ക്, തങ്ങളുടെ ബന്ധുക്കളായ പരേതാത്മാക്കൾക്ക് പുണ്യം ലഭിക്കുമെന്നാണ് ഇവിടെ വരുന്ന ഭക്തരുടെ വിശ്വാസം. അങ്ങനെ ആ ക്ഷേത്രത്തിൽ എത്തുന്നു. മാത്രമല്ല, ഇവിടെ ഈ ശിവരാത്രി ദിവസങ്ങൾ മാത്രമല്ല, ഈ കർക്കിടക വാവിലും വളരെ അധികം ഭക്തർ ഇവിടെ എത്തുന്നുണ്ട് ബലിയർപ്പിക്കാൻ വേണ്ടിയിട്ട്. അത്തരത്തിൽ വളരെ ഈ വിശാലമായൊരു മണൽപ്പുറവും ഒക്കെ ഉള്ള ഒരു പ്രശസ്തമായ ക്ഷേത്രമാണ് ഈ ആലുവ ശിവക്ഷേത്രം എന്ന് പറയുന്നത്. ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന നടപ്പാതയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് ആ ക്ഷേത്രത്തിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് ഇപ്പോൾ കടക്കാം. നമ്മൾ ആ ക്ഷേത്രത്തിലെത്തിയതിനു ശേഷം ക്ഷേത്രത്തെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളും അതിന്റെ ഡീറ്റെയിൽസുകളും നമ്മൾക്ക് പങ്കുവയ്ക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു പ്രത്യേക സംഭവം ഉണ്ടായി. ഞാൻ നിങ്ങളുടെ ഈ ആലുവ ശിവക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രത്തിലേക്ക് പോകുന്ന നടപ്പാലത്തിൽ നിന്നുകൊണ്ട് നടപ്പാലത്തിലാണെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ നടന്നു പോകുമ്പോൾ ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിന്റെ പേര് മോഹൻലാൽ എന്നാണ്. പരവൂര് ആണ് അദ്ദേഹത്തിന്റെ സ്വദേശം എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് 7 ദിവസം ഈ ക്ഷേത്രത്തിൽ ഭജന ഇരുന്നിട്ട് തിരിച്ചു പോകുന്ന ആളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അദ്ദേഹത്തോട് ഒരു പ്രത്യേക താല്പര്യം തോന്നി. അദ്ദേഹത്തിനോട് ചില കാര്യങ്ങൾ തിരക്കണമെന്നുണ്ട്. എന്താണ് അദ്ദേഹം ഈ ശിവക്ഷേത്രത്തിൽ 7 ദിവസം ഭജന ഇരിക്കാൻ കാരണം, അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു, അതിന്റെ ചേതോവികാരം എന്തായിരുന്നു എന്നാണ് നമുക്ക് അറിയേണ്ടത്. തീർച്ചയായിട്ടും നമുക്ക് മോഹൻലാൽ എന്ന ആ ഭക്തനിലേക്ക് നമുക്ക് പോകാം. അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാം. ശ്രീ മോഹൻലാൽ, താങ്കൾ പറഞ്ഞോളൂ, എന്താണ് താങ്കളുടെ അനുഭവം? ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ അമ്പലത്തിൽ യാദൃച്ഛമായിട്ട് ഒരു ദിവസം വരേണ്ടി വന്ന് വരാനക്കുളത്തിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഇവിടെ കയറി തൊഴുത്. ഞാൻ ശരിക്കും സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ആളായിരുന്നു. കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്ന് എൻ്റെ കടത്തിൽപ്പെട്ട് ഞാൻ ഒരു അവസ്ഥയിലെത്തിയപ്പോഴത്തേക്ക് ഈ ശിവൻ്റെ അടുത്ത് നന്ദികേശൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാത്ത ഒരു കാര്യമില്ലെന്ന് പലരും പറഞ്ഞതുകൊണ്ട് ഞാനും എൻ്റെ ഒരാവശ്യം പറഞ്ഞു. ഭഗവാൻ എനിക്കത് വർഷങ്ങൾക്ക് മുമ്പ് നടത്തി തന്ന് ഇത്രയും നാളായിട്ട് എനിക്ക് വരാൻ പറ്റിയില്ല. അതിനുശേഷം കോവിഡായി, പിന്നെ അതിനുശേഷം ഇവിടെ പ്രളയമായി. അങ്ങനെ ഇത്രയും നാൾ വൈകിയതിന് 7 ദിവസം വന്ന് ഭഗവാന്റെ മണ്ണിൽ തന്നെ കിടന്ന്, ആ മണ്ണിൽ തന്നെ കിടന്ന് എൻ്റെ വഴിപാടായ 7 ദിവസത്തെ പൂർത്തിയായി. ഞാൻ ഇപ്പോൾ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ ഇനിയും വരും. ഇതിൻ്റെ ഈ വന്നേക്കട്ടെ പൂർവ്വശക്തിയോടുകൂടി ഞാൻ എൻ്റെ കുടുംബത്തോടുകൂടി ഇനിയും വരും. അല്ല, 7 ദിവസം താങ്കൾ ഇവിടെ തന്നെ കഴിഞ്ഞു എന്ന് പറയുന്നത്. അപ്പൊ 7 ദിവസം താങ്കൾ പ്രത്യേകിച്ച് വല്ല താമസ സ്ഥലമോ ഒന്നും എടുത്തിട്ടില്ല. ആ മണ്ണിൽ ഒരു വിരി പോലും വിരിക്കാതെ കിടന്ന്, അത് എന്റെ വഴിപാടായിരുന്നു. അത് എന്റെ ഭക്ഷണം എങ്ങനെയായിരുന്നു? ഭക്ഷണം എല്ലാം ഞാൻ വെറും ഇന്ന് വരെ ഒരു തുള്ളി അരിയാഹാരം കഴിച്ചിട്ടില്ല. ബിസ്ക്കറ്റും ചായയും വെള്ളവും അല്ലാതെ വേറെ ഒറ്റ ആഹാരം കഴിച്ചു. അമ്പലത്തിൽ നിന്നെങ്കിലും ആ ഭക്ഷണം കിട്ടുമായിരുന്നു? അമ്പലത്തിൽ നിന്ന് ഞാൻ എന്റെ വഴിപാടിനെ വന്നു. ഓക്കെ. അപ്പോൾ മിസ്റ്റർ മോഹൻലാൽ, നിങ്ങൾ ഈ അമ്പലത്തിൽ 7 ദിവസത്തെ ഭജനയ്ക്ക് അല്ലെങ്കിൽ നേർച്ചയായിട്ട് ഭജന ഇരുന്നിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. താങ്കൾ അതിനു വേണ്ടിയിട്ട് വളരെ ആ ഒരു ഡെഡിക്കേറ്റീവായിട്ട് ഭക്തിയോടുകൂടി തന്നെ താങ്കൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. താങ്കൾ ഒരു ഉദ്ദേശത്തോടെയാണ്, താങ്കളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ ഭഗവാനോട് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് അത് സാധിക്കാൻ വേണ്ടിയാണ് പറയാം. താങ്കളുടെ വ്യക്തിപരമായ രഹസ്യമാണെങ്കിൽ അത് പറയേണ്ട. അതല്ല, വ്യക്തിപരമായിട്ട് താങ്കൾക്ക് മറ്റുള്ളവർക്കും കൂടെ ഗുണം ചെയ്യുന്ന തരത്തിലാണെങ്കിൽ താങ്കൾക്ക് പറയാം. എന്താണ് താങ്കൾ ആ നേർച്ചയുടെ ഉദ്ദേശവും താങ്കൾ ഇങ്ങനെ ഈ 7 ദിവസത്തെ ഭജന ഇരിക്കാൻ കാരണവും? 7 ദിവസം ഭജന ഇരിക്കാൻ കാരണം, വർഷങ്ങൾക്ക് മുമ്പ് യാദൃച്ഛമായിട്ട് ഈ അമ്പലത്തിൽ ഞാൻ വേറെ അമ്പലത്തിൽ പോയിട്ട് ഇവിടെ വരേണ്ട വന്നപ്പോൾ നന്ദികേശൻ്റെ അടുത്ത് എല്ലാവരും ചെവിയിൽ കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഭാര്യത്തിന് ചോദിച്ച എന്തൊരു കാര്യമൊന്നും. ഇപ്പം ശരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ഞാൻ അനുഭവപ്പെട്ടിരിക്കുന്ന സമയമാണ്. എൻ്റെ ഒരു വസ്തു വിൽക്കുന്ന കാര്യത്തിനെ പറ്റിയാലും മൊത്തത്തിൽ എല്ലാം കൊണ്ടും ഞാൻ ആകപ്പെടെ തകർന്ന് ആത്മഹത്യൻ്റെ പക്കത്തിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ നന്ദികേശൻ്റെ അടുത്ത് പറയുന്നത്. ഇവിടുന്ന് പറഞ്ഞിട്ട് ചെന്ന് വർഷങ്ങളോളം വന്ന് ആ വീടിനും വസ്തുവിനും വില തരാത്ത ആൾക്കാരും വില നടക്കാത്തതും ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയത് കൊണ്ടായിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വിളിക്കുന്ന ഭഗവന്മാരെല്ലാവരും കൂടി ചേർന്നായിരിക്കാം. ശിവശക്തി കൊണ്ടായിരിക്കും 3-ന്റെ അന്ന് ഞാൻ ഉദ്ദേശിച്ച വിലയ്ക്ക് ആ വസ്തുവും വീടും കൊടുക്കാൻ കഴിഞ്ഞു. അതിൽ ഞാൻ ഹാപ്പിയാണ്. ഇന്ന് ഞാനും എൻ്റെ കുടുംബവും വളരെ ഹാപ്പിയാണ്. എനിക്ക് 2 മക്കളുണ്ട്, ഒരു ഭാര്യയുണ്ട്. എൻ്റെ ജീവിതം വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഞാൻ ഇനിയും കഴിവതും എല്ലാ മാസവും വരാൻ വേണ്ടി ശ്രമിക്കും, ഈ ഭഗവാന്റെ മണ്ണിൽ വന്ന് തൊഴുത് പോകാൻ വേണ്ടി. വന്നില്ലെങ്കിൽ തന്നെ ആയാലും ഞാൻ ഭഗവാനെ ഒരു ദിവസവും ഉരുവിടാതെ കഴിയത്തില്ല.
എന്താണ് താങ്കളുടെ ജോലി എന്താണ്? ഞാൻ 26 വർഷം ദുബൈയിലായിരുന്നു. ഒരു കമ്പനിയിൽ ഒരു ഫോർമാനായിട്ട് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പം വീട്ടിൽ വന്ന് 10 വർഷമായി, നാട്ടിൽ വന്ന് 10 വർഷമായി. നാട്ടിൽ വന്ന ഈ ഗൾഫിൽ നിന്നുണ്ടാക്കിയ പൈസ മൊത്തം പല പല ബിസിനസ്സുകൾ ചെയ്തും റിയൽ എസ്റ്റേറ്റും മറ്റും വീടുകൾ വെച്ച് കൊടുക്കുന്നതും എല്ലാം ചെയ്ത് എല്ലാം നശിച്ച് നാരായണക്കല്ല് പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഭഗവാനിൽ ഞാൻ വന്ന് അർപ്പിക്കുന്നത്. ഒരിക്കലും ഞാനെന്നല്ല, ശിവനെ ഭജിക്കുന്ന ഏത് ലോകത്ത് ഭജിക്കുന്ന ആരായാലും ഒരിക്കലും ശിവൻ കൈവിടത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് ദൈവം നമുക്ക് കനിഞ്ഞിരിക്കും, അതിൽ യാതൊരു സംശയമില്ല. ഇത് എല്ലാ ജനങ്ങളോടും പറയാൻ വേണ്ടി എനിക്ക് കിട്ടിയ ഒരു അവസരമാണ് ഇത്. അത് ഞാൻ എല്ലാവരെയും ഞാൻ നന്ദിപൂർവ്വം അറിയിക്കുകയാണ്. ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം, ഇല്ലാത്തൊരു വ്യത്യസ്തീകരിക്കാം. ഗൾഫിൽ നിന്ന് താങ്കൾ ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. ഗൾഫിൽ നിന്ന് വന്നിട്ട് നിങ്ങൾ എത്ര സമ്പാദിക്കാൻ കഴിഞ്ഞു? അതെങ്ങനെയാണ് ഇവിടെ എത്തിയപ്പോൾ എത്ര ഉണ്ടായിരുന്നു? അതൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയണമെന്നില്ല. എങ്കിൽ പോലും താങ്കളുടെ ഈ വിഷമം അറിയാന്നുള്ളതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഏകദേശം എൻ്റെ ഒരു 2 നില വീടും വെച്ച് കാറും മറ്റു എല്ലാ സൗകര്യങ്ങളോടെയും ഞാൻ ഇവിടെ വന്നതാണ്. കുറഞ്ഞതൊരു 10-75 ലക്ഷം രൂപയെങ്കിലും എൻ്റെ എന്നോരൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇവിടെ വന്ന് ഇവിടുത്തെ നമ്മളെ നാട്ടിലെ പല പല ബിസിനസ്സിൽ ചെന്ന് ഓരോരുത്തരേക്ക് കൂടെ പെട്ട് എല്ലാം നശിച്ച് എൻ്റെ കൊച്ചിനെ കെട്ടിക്കാപ്പിച്ചത് ഗോൾഡ് ഉൾപ്പെടെ പണയം വെച്ച് അതിൽ ലേലത്തിൽപ്പെടുന്ന അവസ്ഥയിലായപ്പോഴത്തേക്കാണ് ഞാൻ ഈ അമ്പലത്തിൽ വരാൻ യാദൃച്ഛ്യമായിട്ട് കഴിഞ്ഞത്. ഇന്ന് ഭഗവാൻ തന്നതെല്ലാം തിരിച്ചെടുത്തു. ഭഗവാന്റെ കാലിൽ അഭയം പ്രാപിച്ച് എല്ലാവരും ഭഗവാൻ തിരിച്ചു തന്നു. ഇപ്പൊ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന് പറയാമോ? എൻ്റെ ഒരു 90% പ്രശ്നങ്ങളും കഴിഞ്ഞു. 100% കഴിഞ്ഞ ഒരു മനുഷ്യനും ഇല്ല. ഇപ്പൊ മനസ്സുകൊണ്ട് താങ്കൾ വളരെ ഫ്രീ ആണ്, വളരെ ഹാപ്പിയാണ്. എൻ്റെ 2 മക്കളും ഡിഗ്രി കഴിഞ്ഞു. അവർ തുറന്നു പഠിത്തത്തിൽ. ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ? ഒരു മോനും ഒരു മോളും. ഓക്കെ, ഭാഗ്യവാൻ. മോന്റെ പേര് പ്രിൻസ് എന്നും മോളെ പേര് പ്രിൻസിലാലെന്നും ഭാര്യയുടെ പേര് ഷൈനി എന്നുമാണ്. പൂതക്കളം ഈഴമ്പള ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ കാണുന്ന വീടും ആണ് എന്റെ വീട്. അപ്പൊ ഇനിയിപ്പോ എന്ത് തൊഴിലാണ് താങ്കൾ സ്വീകരിക്കാൻ? ഞാൻ ഇപ്പോൾ അതിലൊരു എന്റെ വീട്ടിൽ കൊടുത്തതിന് ചേർന്ന ഒരു കടയുണ്ട്. അതിൽ കുറച്ച് ചന്ദനത്തിരിയും അതുമെല്ലാം ചെയ്തിട്ടിരിക്കുന്നു. പിന്നെ ഇവിടെ കിട്ടുന്ന നല്ല കൂലിപ്പണിക്ക് പോകുന്നുണ്ട്. ചെറിയ ചെറിയ വസ്തുക്കൾ മറിച്ച് വിൽക്കും. അതിൽ 25,000 കിട്ടും, 50,000 കിട്ടും, 10 കിട്ടും, ചിലപ്പോൾ ഒന്നും കിട്ടത്തില്ല. എന്നാൽ തന്നെ ആയാലും ഞാൻ വളരെ 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 ഹാപ്പിയാണ്. യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.